എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ജനുവരി മാസത്തിൻ്റെ ഒരു പുതിയ ആഴ്ച കൂടി കർത്താവ് നമുക്ക് നൽകി തരുവാനിടയായി. ഈ വർഷം അസാധാരണമായി ഓരോ ആഴ്ചകളിലും വ്യത്യസ്തമായി തന്നെ ദൈവം നമ്മെ നടത്തും. ഈ വർഷത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും. വിശ്വാസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രതിഫലം ഉണ്ടെന്നും വിശ്വസിക്കണം. അതാണ് എബ്രായലേഖനം 11:1 പറയുന്നത്. വിശ്വാസം കൂടാതെ ഉള്ള പ്രാർത്ഥന ജൽപ്പനമാണ്. വിശ്വാസം കൂടാത്ത എല്ലാ ശുശ്രൂഷകളും ഇതെല്ലാം ഒരു മതപരമായ ചടങ്ങുകളാണ്. എന്നാൽ എവിടെ വിശ്വാസം വ്യാപരിക്കുന്നുവോ അവിടെ ജീവൻ വ്യാപരിക്കും. യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുമ്പോഴാണ് അവിടെ രക്ഷയുടെ ജീവൻ വ്യാപരിക്കുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒറ്റ വാക്ക്. ഹൃദയത്തിലും വായിലും ക്രിസ്തു ചലിക്കാനിടയാകും. അതാണ് റോമാലേഖനം 10 പറയുന്നത്. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് കരുതി ആരെങ്കിലും സ്വർഗത്തിൽ കയറണമെന്നോ ക്രിസ്തുവിനെ പാതാളത്തിൽ നിന്ന് കയറ്റണം എന്ന് കരുതി ആരെങ്കിലും പാതാളത്തിൽ ഇറങ്ങണമെന്നോ നീ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ക്രിസ്തു നിന്റെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. അതായത് സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവശക്തനായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, ആ ദൈവപുത്രനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ നിമിഷം കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഏറ്റവും ഭയങ്കരമായ ഒരു സംവിധാനം. ഏത് മനുഷ്യനും ഏത് ഭൂഖണ്ഡത്തിലിരുന്നും ഏത് ഗുഹയിലിരുന്നും സ്പേസിലിരുന്നും വെള്ളത്തിനടിയിലിരുന്നും രക്ഷിക്കപ്പെടാം. അന്തർവാഹിനി കപ്പലിൽ വെള്ളത്തിനടിയിലും രക്ഷിക്കപ്പെടാം. ആകാശത്തിൽ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ രക്ഷിക്കപ്പെടാം. അന്റാർട്ടിക്കയിൽ രക്ഷിക്കപ്പെടാം. എന്തെല്ലാം സംവിധാനമാണ്! അന്റാർട്ടിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം എത്തേണ്ടതിന്, മനുഷ്യർ ഇല്ലാത്ത സ്ഥലത്ത് സുവിശേഷം എത്തേണ്ടതിന് പ്ലാസ്റ്റിക് പോലെയുള്ള ട്രാക്റ്റുകൾ പ്രിന്റ് ചെയ്ത് പലരും മഞ്ഞുമലകളുള്ള സ്ഥലങ്ങളിൽ ഇട്ടേച്ചു പോയി. എന്തിനാണ്? അവിടെ ആരെങ്കിലും ചെന്ന് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് അവരവിടെ കിടക്കുമ്പോൾ ഈ ട്രാക്റ്റ് വായിച്ച് യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. എവിടെ നിന്നും യേശുവിനെ സ്വീകരിക്കാൻ കഴിയും? നമ്മുടെ ഹൃദയത്തിലും വായിലും രക്ഷയിരിക്കുന്നു. നിത്യജീവൻ നമ്മുടെ ഹൃദയത്തിലും വായിലും ഇരിക്കുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. തലച്ചോറ് കൊണ്ടല്ല, അറിവ് കൊണ്ട് ഉള്ള എല്ലാ ശുശ്രൂഷകളും പരാജയമാണ്. വിശ്വാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് കാണാൻ കഴിയും. നമ്മളിന്ന് പൗലോസിന്റെ യാത്രയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 20 5 മുതൽ വായിക്കുമ്പോൾ, അവർ മുമ്പേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി 7 ദിവസം അവിടെ പാർത്തു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിരാവരെയും പ്രസംഗം നീട്ടി. അന്നത്തെ മീറ്റിങ്ങുകളെല്ലാം എങ്ങനെയായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവസഭ എന്ന് പറയുന്നത്, ഒരു ദൈവദാസൻ വന്നാൽ ആ ദൈവദാസന്റെ ഹൃദയത്തിൽ ഉള്ള വചനം മുഴുവനും പറഞ്ഞ് തീരും വരെയായിരുന്നു മീറ്റിംഗ്. ഇന്നുള്ളതുപോലെ ഒരു മീറ്റിംഗ് ആരംഭിക്കുന്നു, 2 പേര് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു,
5 പാട്ട് പാടുന്നു, 6-മതൊരു സ്ലോ പാട്ട് പാടുന്നു, 7-മത് സ്വോത്രാഴ്ച എടുക്കുന്നു, വീണ്ടും അപ്പോൾ ഒരു പാട്ട് പാടുന്നു. പിന്നെ അധ്യക്ഷൻ വന്ന് മുഖവര പറഞ്ഞ് കുറേ സമയം എടുത്ത ശേഷം ഇനി അധികം നേരമില്ല, നമുക്കിനി 40 മിനിറ്റേ ഉള്ളൂ, എല്ലാവർക്കും ദൂരെ പോകേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി കുറച്ചുകൂടി പറഞ്ഞ് ഈ ദേവദാസന് 30 മിനിറ്റ് കൊടുക്കുന്നു. ഇദ്ദേഹം വളരെ ദൂരെ നിന്ന് വന്നതായിരിക്കും, അദ്ദേഹത്തിന് കിട്ടുന്നത് 30 മിനിറ്റാണ്. അതിനിടയിൽ അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ ആരെങ്കിലും വലിയ പാസ്റ്റർമാർ വന്നാൽ, അവരവധിക്ക് നാട്ടിൽ വന്നാൽ, അവരും സ്റ്റേജിൽ വന്ന് കയറിയാൽ അവർക്കൊരു 15 മിനിറ്റ്. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ദൈവസഭകളിൽ നടക്കുന്നതെങ്കിൽ ആരംഭകാലത്ത് അങ്ങനെയല്ലായിരുന്നു. പൗലോസ് എവിടെയെങ്കിലും ചെന്നാൽ ജനങ്ങളെല്ലാം കൂടി വരും. കൂടി വരിക മാത്രമല്ല, പൗലോസ് എപ്പോൾ നിർത്തുന്നുവോ അപ്പോഴാണ് നിർത്തുന്നത്. ഇന്നത്തെ പോലെ വാച്ചയിൽ നോക്കിയുള്ള പരിപാടി അന്നില്ലായിരുന്നു. ഒരിക്കലൊരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഇന്നത്തെ പ്രസംഗം, രാവിലത്തെ സഭായോഗത്തിലാണ്, എൻ്റെ ഇന്നത്തെ പ്രസംഗം ആ കിണറിനെ കുഴിക്കുക എന്നുള്ളതാണ്. ഇസഹാക്ക് കുഴിച്ച കിണറിനെ കുറിച്ചാണ്. ഞാൻ ആഴത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരു അപ്പച്ചൻ പറഞ്ഞു, പാസ്റ്റർ എത്ര ആഴത്തിൽ കുഴിച്ചാലും 1 മണിക്ക് മുമ്പേ കയറി വരണം, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അപ്പം ഇതാണ് ഇന്ന് നടക്കുന്ന സംഭവം. ആഴത്തിൽ കുഴിച്ചാലും എത്ര കുഴിച്ചാലും എത്ര വലിയ വെളിപ്പാടാണെങ്കിലും ഞങ്ങൾ പോയിരിക്കും. എന്തോ ഒരു അധപ്പതിച്ചു ദൈവസഭകൾ. അതിനിടയിൽ ഈ കേൾക്കുന്ന ദൈവവചനം പൂർണ്ണ ഹൃദയത്തോടെ കേൾക്കാറുണ്ടോ? അതിനിടക്ക് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാത്ത കുറേ പേര് അവിടെ ഉണ്ടാകും. അവരുടെ ബെല്ലടിക്കും, അതിനകത്തോട്ട് 16 പേര് നോക്കും. അതും മിക്കവാറും സഹോദരിമാരുടെ മൊബൈലായിരിക്കും. സാമാന്യ മര്യാദ പോലും ദൈവഭക്തി പോലും ഇല്ലാത്തൊരു തലമുറ ആ മൊബൈൽ അടിച്ചുകൊണ്ടിരിക്കും. ഹാൻഡ് ബാഗിന് 16 സിബ് ഉണ്ടാകും. ഇതിനകത്ത് ഏതിലാണ് ഈ മൊബൈൽ ഇട്ടതെന്ന് പോലും പലർക്കും അറിയില്ല. അത് തപ്പി വരുമ്പോഴേക്കും അവിടെ ഒരു അലങ്കോല ശബ്ദമാകും. അതിന് കഴിയുമ്പോൾ ചിലർക്ക്, ബിസിനസ്സുകാരായ പലർക്കും കോള് വരുമ്പോൾ വെളിയിലോട്ട് പോവും, അകത്തോട്ട് വരും, വെളിയിലോട്ട് പോവും, അകത്തോട്ട് വരും. അതിനിടയിൽ കുട്ടികൾ മുമ്പിൽ വന്ന് ഓടിക്കളിക്കും. അങ്ങനെ സഭായോഗം എന്നൊക്കെ പറഞ്ഞാൽ പിശാചിന് ഇടം കൊടുക്കുന്ന ഇടമായി മാറിയത് കൊണ്ട് ആദിമ നൂറ്റാണ്ടിലെ അനുഭവം എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു സ്വപ്നമായിട്ട് കാണുകയാണ്. എന്നാൽ അതേ വില നമുക്ക് ഇന്നും കൊടുത്താൽ വലിയ ദൈവപ്രവർത്തികൾ കാണാൻ കഴിയും. ഇതാ, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. അടുത്തത്, ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്ക് ഉണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതക്കിലിരുന്ന് ഗാഠനിദ്ര പിടിച്ചു. കാരണം ഇത് 1 മണിക്കൂർ മീറ്റിങ്ങിന്റെ കാര്യമല്ല, മണിക്കൂറുകളാണ്. അത് ഗാഠനിദ്ര പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പൗലോസ് വളരെ നേരെ സംഭാഷിക്കയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. അവിടെ അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. മരിച്ചവന്റെ ദേഹത്ത് വീണ് തഴുകി അവന്റെ ശരീരത്തിൽ ആത്മാവിന്റെ ചൂടിനെ തിരിച്ചു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, 3-ാം നിലയിൽ നിന്ന് താഴെ പോന്ന ആളാ. അതിന്റെ മുകളിൽ നിന്ന് താഴെ വീണവനെ തിരിച്ചു കിട്ടുക പാടാണ്. എന്നാൽ പൗലോസ് അവനെ ജീവനുള്ളവനായി അവർക്ക് തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് തീർന്നില്ല. പിന്നെ അവൻ കയറിച്ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. ഒന്നുകൂടി പറഞ്ഞാൽ ഒരു 20 മണിക്കൂർ കുറഞ്ഞത്
ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണോ? പ്രസംഗിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും ജനം 3 നില ബിൽഡിങ്ങിനകത്ത് താഴെ മുകളിലായിട്ട് ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. അത്രയും ജനങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെയും രാത്രി തൊട്ട് നേരം വെളുക്കും വരെയും ഒരൊറ്റ പ്രസംഗം. എന്താണ്? ദൈവരാജ്യം, കർത്താവിൻ്റെ വരവ്, വിശുദ്ധ ജീവിതം, മാതൃക ജീവിതം. അന്നത്തെയൊക്കെ ജനങ്ങളിൽ ഉണ്ടായിരുന്ന ഉണർവിൻ്റെ ജ്വാലയാണ് ഈ കാണുന്നത്. ഒരു പ്രാർത്ഥനയ്ക്ക് നേരത്തെ വരും. മാത്രമല്ല, ഒരു പ്രാർത്ഥന തീരല്ലേ തീരല്ലേ. ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട കാലത്ത് എൻ്റെ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന, കർത്താവേ ഈ പ്രസംഗം തീർന്നു പോകല്ലേ, പാസ്റ്റർ നിർത്തിക്കളയല്ലേ, ഇതൊന്ന് നീണ്ടുപോയിരുന്നെങ്കിൽ. കേരളത്തിൽ എനിക്കറിയാവുന്ന ഒരു സഭയുണ്ട്. അവിടെ കൂടി വരുന്ന ആൾക്കാരെല്ലാം ഉന്നതന്മാരായ മനുഷ്യരാണ്. വളരെ തിരക്കുകളും ഓരോ മിനിറ്റിന് വിലയുള്ളവരാണ്. അതുപോലെയുള്ള ഡോക്ടർമാർ മാത്രമല്ല, അനവധി ഡോക്ടർമാരുള്ള ഹോസ്പിറ്റലുകളുടെ ഉടമസ്ഥന്മാർ. അങ്ങനെയുള്ള സ്ഥലത്ത് അവരുടെ മീറ്റിംഗ് ചിലപ്പോൾ 3 മണിക്കൂർ, ചിലപ്പോൾ 5 മണിക്കൂർ, ചിലപ്പോൾ 7 മണിക്കൂർ. ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല. കാരണം അവിടെ നിലനിൽക്കുന്ന ദൈവ സാന്നിധ്യം അത്ര ഭയങ്കരമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഈ നാളുകളിൽ ദൈവ സാന്നിധ്യം തിങ്ങി നിന്നാൽ എത്ര ജനക്കൂട്ടത്തെയും നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. ദൈവ സാന്നിധ്യമാണ് മനുഷ്യന് ഏറ്റവും വലിയ ആവശ്യം. ആദാം അനുഭവിച്ചിരുന്നത് ദൈവ സാന്നിധ്യമാണ്. അവൻ പാപം ചെയ്തപ്പോൾ അവൻ ഓടി ഒളിച്ചത് ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ്. ശമൂവേൽ വചനമില്ലാത്ത കാലത്ത്, ദർശനം ഇല്ലാത്ത കാലത്ത് ആ ദൈവ സാന്നിധ്യത്തിൽ പോയി കിടന്നു എന്നാണ് 1 ശമൂവേൽ 3 കാണുന്നത്. അതുകൊണ്ട് അവൻ കിടന്നുറങ്ങുമ്പോൾ കർത്താവ് അവനെ വന്ന് വിളിച്ചു, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. ദൈവ സാന്നിധ്യം അവനെ പ്രവാചകനാക്കി. ദൈവ സാന്നിധ്യം അവനെ വലിയ ദൈവപുരുഷനാക്കി. ദാനിയേൽ പോകുന്നിടത്തെല്ലാം, ശമൂവേൽ പോകുന്നിടത്തെല്ലാം ഈ ദൈവ സാന്നിധ്യം അവനെ പിന്തുടർന്നു. ഈ ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സഭകളുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്നുള്ള സഭകളെല്ലാം ദൈവ സാന്നിധ്യമുള്ളതാകണം. ഇത് ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ പ്രാർത്ഥനാ മുറി ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞതാകട്ടെ. ബൈബിൾ വായനയും നിരന്തരമായ പ്രാർത്ഥനയും ദൈവ സാന്നിധ്യം നിങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ കാരണമായി തീരും. നിങ്ങൾ എവിടെ പോകുന്നുവോ അവിടെയെല്ലാം ദൈവ സാന്നിധ്യം നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ അതിന് പറ്റിയ നിലയിൽ കർത്താവേ, മോശ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് കാര്യമില്ല. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോന്നാലോ ഞങ്ങൾ ഭൂതലത്തിൽ വെച്ച് സകല മനുഷ്യരിലും വിശേഷതയുള്ളവരായി മാറും. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വിശേഷതയുള്ളവരാര്? കുറെ പണമുള്ളവരാണോ? വളരെ സൗന്ദര്യമുള്ളവരാണോ? വലിയ ജനസ്വാധീനമുള്ളവരാണോ? അല്ല. ഭൂതലത്തിൽ വെച്ച് എന്നും വിശേഷതയുള്ളവർ ദൈവ സാന്നിധ്യം കൂടെയുള്ളവരാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, ഈ പുതിയ മാസത്തിൽ തന്നെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞവരായി ജീവിപ്പാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, കർത്താവേ നിന്റെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറക്കണമേ, ഞാൻ പോകുന്നിടത്തെല്ലാം നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമെങ്കിൽ പൗലോസിനെ പോലെ ജനങ്ങൾ സ്വാധീനിക്കപ്പെടും, മരണം മാറിപ്പോകും, അത്ഭുതങ്ങൾ സംഭവിക്കും. ജനങ്ങൾ കർത്താവിനാൽ നിറയപ്പെടും, കർത്താവിൻ്റെ വചനത്താൽ നിറയപ്പെടും. സഭാവളർച്ചകൾ ഉണ്ടാകും. സഭാവളർച്ച എന്ന് പറയുമ്പോൾ പലരും ഓർക്കും, എന്തിനാ സഭ വളർന്നിട്ട്? സഭ വളരണമെങ്കിൽ നിന്റെ ആത്മീക ജീവിതം വളരണം. സഭ വളരണമെങ്കിൽ സഭയിലുള്ള ഓരോ വ്യക്തികളുടെയും ഭൗതികം വളരണം. സഭാ വളർച്ചയിൽ സംഭവിക്കുന്നത് അവരുടെ ആത്മീക ജീവിതം മാത്രമല്ല വളരുന്നത്, സമ്പത്തിൽ, ആരോഗ്യത്തിൽ, എല്ലാറ്റിലും സകലത്തിലും സുഖവും ശുഭമായിരിക്കും. അതാണ് സഭാ വളർച്ച. ചില വിശ്വാസികൾക്ക് വിഷമമുണ്ടാവും,
എപ്പോൾ നോക്കിയാലും സഭാ വളർച്ച. സഭ വളരുമ്പോൾ നിന്റെ അവസ്ഥകളെല്ലാം മാറും. ഒരു വലിയ സഭാ വളർച്ചയിലാണ് ഉയർച്ചകൾ ഉണ്ടാകും. കർത്താവിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, നന്ദി. ഈ പുതിയ ആഴ്ചയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഒരു വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ സാന്ദ്രതയിൽ ജീവിപ്പാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ. പൗലോസിനെ പോലെ ആത്മാവിൻ്റെ തീയോടെ സഞ്ചരിപ്പാൻ കർത്താവിൻ്റെ കൃപ ഓരോരുത്തരുടെ മേലും പകരണമേ. ദൈവ സാന്നിധ്യത്തിൽ മണിക്കൂറുകൾ ഇരിക്കുന്ന ഒരു ശീലം എല്ലാവരിലും ഉണ്ടായി വരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്ക് വിശ്വസിക്കാം. ഇന്നു മുതൽ അത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുന്നു. പ്രൈസ് ജനറേഷൻ കൂട്ടായ്മയുടെ ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥനാ കൂട്ടായ്മ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങളുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരു സാമ്പത്തികമായ കൈത്താങ്ങൽ, ഈ മീറ്റിങ്ങിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു സമാധാനം തോന്നുന്ന ഒരു തുക ഈ മിനിസ്ട്രിക്ക് വേണ്ടി അയച്ചു തന്നാൽ നിങ്ങൾ കർത്താവിനാൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ ഇടയായിത്തീരും. അതുപോലെയുള്ള ചില ആവശ്യങ്ങളുടെ നടുവിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ ഇനിയും നടക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥനയുടെ ഹൃദയത്തിൽ നിന്ന് എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നു.